കഴിഞ്ഞ തവണ അതായത് 2024 ജൂനിയർ എഞ്ചിനീയർ എക്സാമിൽ വന്നിട്ടുള്ള, അതായത് ഇതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് 22 ഏപ്രിൽ 2025 അപ്പോൾ എങ്ങനെയാണ് ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു എക്സാമിൽ വന്നിരിക്കുന്ന വെയിറ്റേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൽ ഇലക്ട്രിക്കൽ ട്രേഡ് എടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ട്രിക്കൽ ട്രേഡിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസുകൾ വരും എന്നുള്ളത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ടോപ്പിക്കുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷനെ അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേരള PSCയിലൊക്കെ നമുക്കറിയാം ഓരോ മൊഡ്യൂൾ കൃത്യമായിട്ട് ഇന്ന മൊഡ്യൂൾ ഇത്ര മാർക്ക് എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് അത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ KCB സബ് എഞ്ചിനീയർ ആണെങ്കിലും KCB AE ഒക്കെ ആണെങ്കിൽ 10 മൊഡ്യൂൾ, ഓരോ മൊഡ്യൂളിലും 10 മാർക്ക് ഈക്വൽ വെയിറ്റേജ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൽ ഈ പറഞ്ഞ പോലുള്ള ഒരു വെയിറ്റേജ് അല്ല വരുന്നത്. അതിലെന്താണ്, ചില ടോപ്പിക്കുകൾക്ക് കൂടുതൽ വെയിറ്റേജ് വരുന്നുണ്ട്, ചില ടോപ്പിക്കുകൾക്ക് വെയിറ്റേജ് കുറവാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുമ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഓരോ ടോപ്പിക്കിലും എത്രത്തോളം ഇൻഡെപ്തിൽ പഠിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമ്മൾ ഈ വെയിറ്റേജിനെ കുറിച്ച് നോക്കുന്നതിന് മുന്നേ ഇലക്ട്രിക്കൽ അലൈഡ് ബ്രാഞ്ചസിൽ എന്തൊക്കെയാണ് സിലബസിൽ വന്നിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിലബസിൻ്റെ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ അത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് കോൺസെപ്റ്റ്, ഓക്കെ, ബേസിക് കോൺസെപ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ സർക്യൂട്ട് ലോ ഉണ്ട്. ഓക്കെ, സർക്യൂട്ട് ലോയിൽ കിർച്ചോഫ് ലോ, സിമ്പിൾ സർക്യൂട്ട് സൊല്യൂഷൻ യൂസിങ് നെറ്റ്വർക്ക് തിയറംസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ മാഗ്നറ്റിക് സർക്യൂട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ AC ഫണ്ടമെന്റൽസും ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് 4ാമത്തെ ടോപ്പിക്കായിട്ട്. ഓക്കെ, ഇനി 5ാമത്തെ ടോപ്പിക്കായിട്ട് മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഞാൻ സിലബസിൻ്റെ ഒരു ഇൻഡെപ്ത് അനാലിസിസിലേക്ക് പോകുന്നില്ല, കാര്യം നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു സിലബസ് ഡിസ്കഷൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ മെഷീൻസ് ഉണ്ട്. അതേപോലെ തന്നെ സിങ്ക്രണസ് മെഷീൻ. ഓക്കെ, മെഷീൻസ് ഭയങ്കര പ്രയോറിറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ പവർ സിസ്റ്റം ആണ്, ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ദെൻ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ വരുന്നുണ്ട്. ദെൻ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി, അതിൽ ഇല്യൂമിനേഷൻ, ഹീറ്റിംഗ്, വെൽഡിങ് അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കാണ്. ദെൻ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് ആണ് 11ാമത്തെ മൊഡ്യൂളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഇലക്ട്രിക്കൽ ടോപ്പിക്കായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ടോപ്പിക്കിൽ നിന്ന് ഓരോന്നിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസുകൾ വരും, തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഫറൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ അതായത് 2024 ജൂനിയർ എഞ്ചിനീയർ എക്സാമിൽ വന്നിട്ടുള്ള, അതായത് ഇതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് 22 ഏപ്രിൽ 2025. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു എക്സാമിൽ വന്നിരിക്കുന്ന വെയിറ്റേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ നേരത്തെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ബേസിക് ഇലക്ട്രിക്കൽ. ഇപ്പോൾ ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് കോൺസെപ്റ്റും സർക്യൂട്ട് ലോവും മാഗ്നറ്റിക് സർക്യൂട്ടും AC ഫണ്ടമെന്റലും ഈ 4 ടോപ്പിക് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ 4 ടോപ്പിക്കിൽ നിന്നും കൂടി ആയിട്ട് ആദ്യത്തെ ഷിഫ്റ്റിൽ 20, ഇപ്പോൾ 2 ഷിഫ്റ്റ് ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തത്. ആദ്യത്തെ ഷിഫ്റ്റിൽ 19 മാർക്ക്, 2ാമത്തെ ഷിഫ്റ്റിൽ 20 മാർക്കും. എന്ന് വെച്ചാൽ ഓൺ ആൻ ആവറേജ് എന്ത് ചെയ്തിട്ടുണ്ട് 19.5 എന്നുള്ള രീതിയിൽ നമുക്കതിനെ കാണാം. 19.5 ഞാൻ ഇതിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ടോപ്പിക്കിൽ നിന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 5 വീതം ക്വസ്റ്റ്യൻസ് ആയിരിക്കും വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കൽ ഓൾമോസ്റ്റ് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണ്. അതായത് ബേസിക് സർക്യൂട്ടിലോ മാഗ്നറ്റിക് സർക്യൂട്ട്, AC ഫണ്ടമെന്റൽസ് ഓരോന്നിനും ഒരു 5 വീതം ക്വസ്റ്റ്യൻസ് ആയിരിക്കാനാണ് സാധ്യത. അത് കൃത്യമായിട്ട്, അതായത് നമ്മളൊരു ബേസിക് ഇലക്ട്രിക്കൽ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ 20 മാർക്കാണ്, അപ്രോക്സിമേറ്റ്ലി ഒരു 20 അല്ലെങ്കിൽ 19.5. ഇനി മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഷിഫ്റ്റ് 1ൽ 7 ക്വസ്റ്റ്യൻസും ഷിഫ്റ്റ് 2ൽ 8 ക്വസ്റ്റ്യൻസും ആണ്. ഓൺ ആൻ ആവറേജ് 7.5 ആണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് അവിടുന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് ഈ എക്സാംസിൽ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാംസിൽ ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങൾ ഏറ്റവും ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക് ഏതാണ് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ ആണ് ഇലക്ട്രിക്കൽ മെഷീൻസിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഷിഫ്റ്റ് 1ൽ 31 ചോദ്യങ്ങളും ഷിഫ്റ്റ് 2ൽ 27 ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. ഓൺ ആൻ ആവറേജ് 29 ക്വസ്റ്റ്യൻസ്. ഇതൊരു ഹ്യൂജ് നമ്പറാണ്. ഈ എക്സാമിനേഷനിൽ 30% ചോദ്യവും വരാൻ പോകുന്നത് ഇലക്ട്രിക്കൽ മെഷീൻസിൽ നിന്നാണെന്നല്ലേ. അപ്പോൾ ഇലക്ട്രിക്കൽ മെഷീൻസ് ഇൻഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കണം. ഇലക്ട്രിക്കൽ മെഷീൻസ് നമ്മൾ ടോപ്പിക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലെല്ലാ ടോപ്പിക്കും വരുന്നുണ്ട് കേട്ടോ. DC മെഷീൻസ് വരുന്നുണ്ട്, അതേപോലെ സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് ട്രാൻസ്ഫോമർ വരുന്നുണ്ട്, അതേപോലെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ വരുന്നുണ്ട്, എല്ലാ ടോപ്പിക്കും വരുന്നുണ്ട്. സിങ്ക്രണസ് മെഷീൻ വരുന്നുണ്ട്. എല്ലാ ടോപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അവിടെ വന്നിരിക്കുന്ന വെയിറ്റേജ് ഈ എക്സാമിനേഷനിൽ ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് വന്നിരിക്കുന്നതും ആ ഒരു ടോപ്പിക്കിലാണ്.
പിന്നെ പവർ സിസ്റ്റം അഥവാ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ഷിഫ്റ്റ് 1-ൽ 17 ചോദ്യങ്ങളും ഷിഫ്റ്റ് 2-ൽ 15 ചോദ്യങ്ങളുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓൺ ആൻ ആവറേജ് 16 മാർക്കിന് എന്ത് ചെയ്യുന്നുണ്ട് പവർ സിസ്റ്റവും, അതായത് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഈ ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ കുറേ ടോപ്പിക്ക് ചേർന്നിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് പവർ സിസ്റ്റം മാത്രമാണ് 16 മാർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. യെസ്. ഇനി നമ്മൾ അടുത്ത യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി, അതൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ മൊഡ്യൂളാണ് കേട്ടോ. ഷിഫ്റ്റ് 1-ൽ 7, ഷിഫ്റ്റ് 2-ൽ 8, ആവറേജ് 7.5 ആണ് അവിടെ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, ഷിഫ്റ്റ് 1-ൽ 5, ഷിഫ്റ്റ് 2-ൽ 6 ആണ്. ഓൺ ആൻ ആവറേജ് 5.5 ആണ് വന്നിരിക്കുന്നത്. ബേസിക് ഇലക്ട്രോണിക്സ് 2 ഷിഫ്റ്റിലും 10 വീതം ക്വസ്റ്റ്യൻസ്. അതേപോലെ മെറ്റീരിയൽ സയൻസിൽ ഒരു ഷിഫ്റ്റ് 1-ൽ 2 ചോദ്യങ്ങൾ, ഷിഫ്റ്റ് 2-ൽ 3 ചോദ്യങ്ങൾ. ഓൺ ആൻ ആവറേജ് 2.5 ആണ്. ദെൻ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, അത് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം ഒരു 1 to 2 ക്വസ്റ്റ്യൻസ്, 1 ക്വസ്റ്റ്യനൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത്. ദെൻ ഫിസിക്സിൽ 2 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, ഷിഫ്റ്റ് 2-ൽ വന്നിട്ടുണ്ട്. ഒരു ആവറേജ് 1 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ടോട്ടൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൽ ഇലക്ട്രിക്കൽ ട്രേഡിൽ നിന്ന് വരുന്നുണ്ടാവും. അത് ഓരോ സ്ട്രീമിൽ അങ്ങനെ വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ബ്രാഞ്ചസിൻ്റെ ഇതേപോലുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക്കലിൻ്റെ ഓരോ ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കൗണ്ടാണ്. അപ്പോൾ ഈ ഒരു കൗണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഏത് ടോപ്പിക്കിന് വെയിറ്റേജ് കൊടുക്കണം, എത്രത്തോളം ഇൻഡെപ്തിൽ പോവേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. ഇനി ഏതെങ്കിലും ടോപ്പിക്ക് മാറ്റി വെച്ച് പഠിക്കാൻ പറ്റുമോ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതായത് ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് RRB ജൂനിയർ എഞ്ചിനീയർ ഹൈ കോമ്പറ്റീഷനുള്ള എക്സാം ആയിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ ടോപ്പിക്കും നമ്മൾ പഠിക്കണം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ മെഷീൻസ് ആണെങ്കിലും പവർ സിസ്റ്റം ആണെങ്കിലും ബേസിക് ഇലക്ട്രിക്കൽ ആണെങ്കിലും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഇൻഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ 2026 നിങ്ങൾ എയിം ചെയ്യേണ്ടത് ഒരു സർക്കാർ ജോലിയാണ്. തീർച്ചയായിട്ടും RRB JEE എന്ന് പറയുന്നത് അതിന് ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഇലക്ട്രിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺട്രോൾ സിസ്റ്റം, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന് ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് ഡെപ്ത് ഉള്ള മൊഡ്യൂൾസുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല ഇലക്ട്രിക്കൽ ഇല്ല. മാത്രമല്ല എക്സാംസിൻ്റെ ലെവൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു PSC എക്സാംസിൻ്റെ അത്രയും ഹൈ ലെവലുള്ള ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ചുകൂടി കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇതിൽ നിന്ന് വരുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രിപ്പറേഷൻ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ RRB ജൂനിയർ എഞ്ചിനീയേഴ്സിന് നൽകിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് എൻട്രി ആപ്പ് എന്ന് പറയുന്നത്. 25-ലധികം ഉദ്യോഗാർത്ഥികൾ എൻട്രിയുടെ RRB ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എൻട്രിയോടൊപ്പം നിങ്ങൾ RRB ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. അതേപോലെ തന്നെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കല്ലേ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.